നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ഇന്ത്യൻ സിനിമയെ തന്നെ അത്ഭുതപ്പെടുത്തിയാണ് മോഹൻലാൽ തന്റെ പുതിയ പ്രോജക്ട് പ്രഖ്യാപിച്ചത്. 1000 കോടിയുടെ മഹാഭാരതം. MTയുടെ രണ്ടാം ഊഴത്തെ ആധാരമാക്കി ഒരുക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ശ്രീകുമാറാണ്. BR ഷെട്ടിയാണ് നിർമ്മാണം. സിനിമ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ചിത്രത്തിന്റെ ബഡ്ജറ്റുമായും ഭീമനെ അവതരിപ്പിക്കുന്ന മോഹൻലാലിനെ ബന്ധപ്പെടുത്തിയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മോഹൻലാലിനെ വിമർശിച്ച് സ്വയം പ്രഖ്യാപിത നിരൂപകൻ എന്ന് അവകാശപ്പെടുന്ന കമാൽ ആർ ഖാൻ രംഗത്തെത്തിയതും വിവാദമായിരുന്നു. അപ്പോഴെല്ലാം മൗനം പാലിച്ച മോഹൻലാൽ ഇപ്പോഴിതാ എല്ലാ വിവാദങ്ങൾക്കും മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഭീമൻ എപ്പോഴും എന്നോടൊപ്പം എന്ന തലക്കെട്ടോടുകൂടിയ പുതിയ ബ്ലോഗിലൂടെയാണ് മോഹൻലാലിന്റെ പ്രതികരണം. ഇന്ത്യയിലെ ഒട്ടുമിക്ക കുട്ടികളെയും പോലെ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകൾ കേട്ടാണ് ഞാനും വളർന്നത്. പ്രത്യേകിച്ച് മഹാഭാരതത്തിൽ അതിലെ ഭീമൻ എന്ന കഥാപാത്രം എന്നും കഥകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഭീമനും ഭഗനും തമ്മിലുള്ള യുദ്ധം, കാളവണ്ടി നിറയെ ചോറുമായി വരുന്ന ഭീമൻ, ഭീമന്റെ കരുത്ത്, ഗദയുമായുള്ള നിൽപ്പ്, എപ്പോഴും ഭീമനെ കുറിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. അമർ ചിത്ര കഥകളിൽ മറ്റേതൊരു മഹാഭാരത കഥാപാത്രത്തെക്കാൾ പ്രാധാന്യം ഭീമനായിരുന്നു. എത്ര കഴിച്ചാലും മതിവരാത്ത വയറായിരുന്നു. മൃഗോദരൻ എന്ന വിളിപ്പേരായിരുന്നു. പാതി ആരാധനയും പാതി പരിഹാസവും നിറഞ്ഞ ജീവിതമായിരുന്നു. എന്നാൽ MT വാസുദേവൻ നായർ രണ്ടാം ഊഴം എന്ന നോവൽ എഴുതിയതിനു ശേഷമാണ് പെരുത്ത ശരീരത്തിനപ്പുറം ഭീമന് നനുത്ത ഒരു മനസ്സുണ്ട് എന്ന ലോകത്തിന് മനസ്സിലായത്. അയാൾക്ക് ദുഃഖങ്ങളും ഏകാകിത്വവും മോഹങ്ങളും മോഹഭംഗങ്ങളും കരച്ചിലുകളും എല്ലാമുണ്ട് എന്ന് ബോധ്യമായത്. എനിക്കും രണ്ടാം ഊഴത്തിന്റെ വായന പകർന്നു തന്ന വലിയ പാഠം ഇതായിരുന്നു. രണ്ടാം ഊഴം വായിച്ച കാലത്തൊന്നും അതിന്റെ സിനിമാ രൂപം എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അഭിനയിക്കാൻ വേണ്ടി കഥാപാത്രങ്ങൾക്കായി പുസ്തകങ്ങൾ വായിക്കുന്ന പതിവ് എനിക്ക് പണ്ടേയില്ല. വായനയുടെ രസത്തിന് വേണ്ടിയാണ് വായന. എന്നാൽ ദശാബ്ദങ്ങൾക്കിപ്പുറം രണ്ടാം ഊഴം 2 ഭാഗങ്ങളുള്ള സിനിമയാകാനുള്ള തീരുമാനമുണ്ടാവുകയും MT സാർ അതിന്റെ തിരക്കഥ പൂർണ്ണമായും എഴുതി തരികയും ചെയ്തിരുന്നു. ഭീമനായി എന്റെ പേര് പറഞ്ഞത് മറ്റാരുമല്ല, MT സാർ തന്നെയാണ്. അതിൽ ഒരു നടനെന്ന നിലയിൽ ഞാൻ ധന്യനാണ്. അതിലുപരി അദ്ദേഹത്തോട് നന്ദിയുള്ളവനും. ഇന്ന് ഭീമനാകാനുള്ള തയ്യാറെടുപ്പുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ എനിക്കൊരൽപ്പം അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഭീമൻ എന്ന കഥാപാത്രം ജീവിതത്തിന്റെ വലിയൊരു കാലത്തോളം എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും ഞാൻ അറിയാതെ തന്നെ രണ്ടാം ഊഴത്തിലെ ഭീമനേക്കാൾ ഞാൻ MT സാറിന്റെ ഭീമനായി 1985 ഇറങ്ങിയ രംഗം എന്ന സിനിമയിലൂടെ. വർഷങ്ങൾക്ക് മുൻപ് രണ്ടാം ഊഴം പുസ്തകമായി ഇറങ്ങിയതിനു ശേഷം ഒരു ശില്പി എന്റെ അടുക്കൽ വന്നു. രണ്ടാം ഊഴത്തിലെ ഒരു രംഗം, ഭീമനും ഹിഡുംബിയും ഉൾപ്പെടുന്ന ഒരു രംഗം അദ്ദേഹം മരത്തിൽ കുത്തിയിരുന്നു. അന്ന് അത് എനിക്ക് തരുമ്പോൾ അദ്ദേഹം ആശംസിച്ചു, എന്നെങ്കിലും രണ്ടാം ഊഴം സിനിമയാകുകയാണെങ്കിൽ ഭീമനാകാൻ സാധിക്കട്ടെ. 99 വാനപ്രസ്ഥത്തിൽ ഭീമനാകാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം 2003 മലയാള മനോരമയ്ക്ക് വേണ്ടി കഥയാട്ടം എന്ന പരിപാടി ചെയ്തു. മലയാള സാഹിത്യത്തിലെ വലിയ കഥാപാത്രങ്ങളുടെ രംഗാവിഷ്കാരമായിരുന്നു അത്. അതിലും ഭീമനുണ്ടായിരുന്നു. അപ്പോഴും സിനിമ ചർച്ചയിലേയില്ല. അതും കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഞാനും മുകേഷും ഛായാമുഖി എന്ന നാടകം ചെയ്തു. അതിലും എന്റെ കഥാപാത്രം ഭീമനായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായി ഭീമനാകാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നടൻ എന്ന നിലയിൽ അടുത്ത 2 വർഷം എനിക്കേറെ പ്രധാനവും അധ്വാനഭരിതവുമാണ്. MTയുടെ ഭീമൻ ഒരേ സമയം മനസ്സും ശരീരവുമാണ്. അപ്പോൾ രണ്ടിന്റെയും പരിശീലനം ആവശ്യമാണ്. പലതരത്തിലുള്ള യുദ്ധമുറകൾ രണ്ടാം ഊഴത്തിലുണ്ട്. ഗദായുദ്ധം മുതൽ കാറ്റിന്റെ വേഗത്തിലുള്ള രഥയുദ്ധം വരെ. അപ്പോൾ അതത് ആയോധന കലകളിലെ വിവിധ ഗുരുക്കന്മാരുടെ കീഴിൽ ഇതെല്ലാം അഭ്യസിക്കേണ്ടി വരും. ഇതെല്ലാം മഹത്തായ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ആവശ്യപ്പെടുന്ന കാര്യങ്ങളും ത്യാഗങ്ങളുമാണ്. അഭിനയിക്കാൻ പോകുന്ന കഥാപാത്രങ്ങൾക്കായി മനഃപൂർവ്വം തയ്യാറെടുപ്പുകൾ ഒന്നും ചെയ്യാത്ത എന്നെപ്പോലൊരു നടന് ഇത് ഏറെ പുതുമകളുള്ളതും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. രണ്ടാം ഊഴം സംഭവിക്കുമോ ഇല്ലയോ എന്ന ആശങ്കകൾ പങ്കുവയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നയാളാണ് താൻ. അതാണ് എനിക്കിഷ്ടം. സംഭവിച്ചാലും ഇല്ലെങ്കിലും ഒരു വലിയ സ്വപ്നത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുന്നത് തന്നെ ആനന്ദകരമാണ്. ലക്ഷ്യത്തെക്കാൾ യാത്രയാണ് എന്നെ രസിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ആ യാത്രയിലാണ്. എന്നോടൊപ്പം എപ്പോഴും ഭീമനും. അപ്പൊ കേട്ടല്ലോ, എല്ലാ വിവാദങ്ങൾക്കും മോഹൻലാൽ ഒരൊറ്റ ബ്ലോഗിലൂടെ വിശദമായി തന്നെ ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. ഭീമനാകാൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് മോഹൻലാലിനെ ഭീമനായി സ്ക്രീനിൽ കാണാൻ നമുക്കും കാത്തിരിക്കാം. ആ ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് തന്നെ കരുതാം. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.